എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണേ. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും പനി, ജലദോഷം, ചുമയൊക്കെ ഉള്ള ഒരു സീസണാണല്ലോ. പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുന്ന ഉടനെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചൂടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിരിക്കും താല്പര്യം. അതിന് പറ്റിയ ഒരു കഞ്ഞിയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചമ്മന്തിയോ മോരുകറിയോ നമുക്കിഷ്ടമുള്ള കൂട്ടാനുകളൊക്കെ ഉപയോഗിക്കാൻ ചെയ്യാം. വേണമെങ്കിൽ കൂട്ടാനൊന്നുമില്ലാതെയും കഴിക്കാനായിട്ട് നല്ല ഒരു കഞ്ഞിയായത്. ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ സംഗതികൾ ആവശ്യമെന്ന് നോക്കാമേ. ഞാനിവിടെ ഒരു അരക്കപ്പോളം ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ മുമ്പ് ഇത് കുതിർക്കണേ. അപ്പം ചെറുപയർ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് കുതിർത്ത് വെച്ചേക്കുന്നത്. ഇനി 1 കപ്പ് നമുക്ക് നെല്ലുകുത്തരി എടുക്കാം. അതായത് ബ്രോക്കൺ റൈസ് അല്ലെങ്കിൽ നുറുക്കരി എന്ന് പറയുമല്ലോ, പച്ച നെല്ലുകുത്തി അരി. ഇത് 1 കപ്പ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തേക്കുന്നത് കോഫി മഗ്ഗാണ്. അപ്പോൾ ഇതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ അളവുകളെല്ലാം ക്രമീകരിക്കാനായിട്ട്. ഇപ്പം 1 ബൗളാണെങ്കിൽ 1 ബൗൾ എടുക്കുക, അരി അതിന് 1 ബൗൾ എടുക്കുക, 1/4 ഭാഗം പയറെടുക്കുക, അങ്ങനെ. ഇപ്പോൾ നെല്ലുകുത്തരി ഇതാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് കഴുകി അരമണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കുക. വെളിയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിലും കൂടുതൽ പ്രാവശ്യം നന്നായിട്ട് കഴുകണം കേട്ടോ, കാരണം അതിലെന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ചേർക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി ഇതെല്ലാം കുതിർത്ത് നന്നായിട്ട് കഴുകി വീണ്ടും ഞാൻ ഒന്നുകൂടെ കഴുകി എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അരിയും ചെറുപയറും അതിനോടൊപ്പം ഇപ്പം ഞാൻ ചേർക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇപ്പം ഞാൻ 2 എണ്ണമായി ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 3-4 എണ്ണം വേണമെങ്കിലും ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ പനി, ജലദോഷം, ചുമ ഒക്കെ വീട്ടിലെല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു 3-4 ഇല ചേർത്താലും അതിനകത്ത് വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ലേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വലുതായിരുന്നുകൊണ്ട് ഞാനത് മുറിച്ച് കഷ്ണങ്ങളാക്കിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 പച്ചമുളക് നെടുകെ ഒന്ന് പകുതി വരെ ഒന്ന് പിളർന്ന് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് കപ്പിലാണോ അരി പയറൊക്കെ അളന്നത് അതേ കപ്പിന് 6.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് തന്നേരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വേകാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അടിച്ച് പ്രഷർ പോകുന്നിടം വരെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇത് നമ്മൾ തുറക്കാവും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടിരിക്കും. ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞു. ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ, എങ്ങനെയുണ്ട് ഇത് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നല്ലതായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പയറും അരിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനനുസരിച്ച് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം ഇത്രയും മതിയോ വെള്ളം എന്നുള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം, അതായത് തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചിലർക്ക് കുറുകിയ കഞ്ഞിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ സ്പൈസസും ജലദോഷം, ചുമ, പനിക്കൊക്കെ പറ്റിയ സംഗതികളാണ്. ഇപ്പോൾ നല്ല മുളകാണെങ്കിലും അതിന് പറഞ്ഞാൽ തീരാത്തത്രയും ഗുണങ്ങളുള്ള ഒരു സ്പൈസാണല്ലോ. അതേപോലൊക്കെ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കഫം, ചുമ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പൈസസുകളാണ്. അപ്പോൾ ഇത് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള എന്ത് സൈഡ് ഡിഷാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പുളിശ്ശേരി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നല്ല തേങ്ങാ ചമ്മന്തി, തോരൻ, അതേപോലൊക്കെ പപ്പടം ചുട്ടതോ അല്ലെങ്കിൽ പപ്പടം കാച്ചിയതോ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. പനിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. നെയ്യെന്ന് പറയുന്ന ഒരു ഹെൽത്തി ഫാറ്റാണ്. അതിനൊത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു ഫാറ്റാണ് നെയ്യ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.